അപ്പോൾ കണ്ടോ ക്ലീൻ ആക്കണം ഇതാക്കണ്ട ജ്യൂസൊക്കെ ഉണ്ടാക്കി ഇവിടെ കരിയൊക്കെ പോയി കിടക്കും അങ്ങനെ ഞാൻ ഇപ്പൊ ഭയങ്കര പണിയിലായിരുന്നു അല്ലേ? എനിക്ക് ഒരു ഫ്രീ കിട്ടാറില്ല, ടൈമെന്ന് പറയുന്നത്. അതെ, അപ്പോൾ ഫ്രീ കിട്ടാറില്ല. അപ്പൊ ഗായ്സ് ഭയങ്കര ജോലിയാണ് കണ്ട. അപ്പൊ എന്തോ പറയണം. അപ്പൊ അമ്മ ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ എന്താണ് കറി? കറി എന്താണ് ഇന്നത്തെ കറി? എന്താണെന്ന് ഇന്ന് ഉച്ചക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രസം, പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ പയറ് കറി, മൂന്ന് കറി ഉണ്ട്, അച്ചാറ്, പപ്പടം. അത്ര രസം ഞാൻ ഉണ്ടാക്കിയതാണ്. രസം അത്ര രസം ഉണ്ടായിരുന്നില്ല. രസം എനിക്ക് ഇഷ്ടമായില്ല. രസം ഞാൻ ഉണ്ടാക്കിയ രസം എനിക്ക് അധികം അങ്ങോട്ട് ഇഷ്ടമായില്ല. എനിക്ക് രസം നല്ല ലൈറ്റ് ആയിട്ടുണ്ടാവണം. ഞാനില്ലേ ആദ്യം രസം ഉണ്ടാക്കിയത് എപ്പോഴാണെന്നറിയോ? എന്റെ ഫേസ് കാണുന്നുണ്ടല്ലേ? എന്നെ കാണുന്നുണ്ടോ? ഞാൻ രസം ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ആദ്യനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ്. എവിടെ വെച്ച് എത്ര വർഷം മുമ്പ്? 6-6.5 വർഷം മുമ്പ്. അപ്പം എനിക്ക് രസം കൂട്ടി ഭക്ഷണം ചോറ് കഴിക്കണം എന്നില്ല ആഗ്രഹമായി. അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് രസം ഉണ്ടാക്കുന്ന മെത്തേഡ് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കി. അതിൽ ശർക്കരയൊക്കെ ഇട്ടിട്ട് ചെയ്യണതാണ്. തക്കാളി വേവിച്ചിട്ട് തക്കാളി ഉടച്ചിട്ട് തൊലി കളഞ്ഞ് ഉടച്ചിട്ട് പിന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. അത് സൂപ്പർ മെത്തേഡായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒന്ന് പച്ചരിയിലൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ കഴിച്ചോണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റാണ് രസം. അപ്പൊ അമ്മയുടെ കണ്ണ് നോക്കുക, എന്താ ഉറക്കത്തിൽ എനിക്ക് വന്നതാണ് കണ്ടില്ലേ? ഉറക്കത്തിലല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ നബുവിനെ ഉറക്കിയിരുന്നു. ഉറക്കിട്ട് അമ്മ ഇറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിയില്ല, ഞാൻ അങ്ങനെ എനിക്ക് ഉറക്കം. അതാ കണ്ട അല്ല, എനിക്ക് ഉറങ്ങണം തോന്നി, പക്ഷെ എനിക്ക് കുറെ പണി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. ഇതാണ് വേറൊരു കാര്യമുണ്ട്. എന്നിട്ട് ഇന്നുണ്ടാക്കിയ രസം ഞാൻ അതേ മെത്തേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മൊബൈലിൽ സ്ട്രൈറ്റ് പിടിക്കണം, പിന്നെ എന്താണ് ഇങ്ങനെ പിടിക്കണത്? നേരത്തെ പിടിച്ച പോലെ പിടിക്ക്, ലാൻഡ്സ്കേപ്പ് അങ്ങനെ. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? ഇന്ന് രസം ഉണ്ടാക്കിയപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല. രസത്തിന്റെ മെത്തേഡ് വേറെ ഇല്ല. ഞാൻ അപ്പോഴേക്കും ഷൈൻ ജിയോന്റെ വീഡിയോ നോക്കിയപ്പോൾ മെത്തേഡ് ഫുൾ ചേഞ്ച് ആണ്. അങ്ങനെ ആ മെത്തേഡും ഈ മെത്തേഡും കൂടി മിക്സ് ആക്കിയിട്ട് ചെയ്ത് സാധാരണ ഇടയ്ക്ക് കയറുന്നേ പറയാൻ പറ്റില്ല. കണ്ട എണ്ണ ഞെക്കി കണ്ണെല്ലാം കളഞ്ഞിട്ട പ്ലേറ്റിലേക്ക്. അതാണ്. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? അമ്മയോട് ചോദിക്കാം, ഒരു കാര്യം ചോദിക്കാം. കാണുന്നുണ്ട് അതില് നീ അമ്മയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അമ്മനോട് ഞാൻ കാര്യം ചോദിക്കാം. വെള്ളം കൊടുക്കട്ടെ. കണ്ട ഒരു കാര്യം ചെയ്യുമ്പോ കണ്ട ഫസ്റ്റ് ഞാൻ വീഡിയോയിലോട്ട് പറയട്ടെ. ഈ അമ്മക്ക് ചില സമയത്ത് ബോറടിച്ചിരിക്കുമ്പോ തോന്നല് ഇന്ന് വീഡിയോ എടുക്കാം, നാളെ വീഡിയോ എടുക്കാം, ഇന്ന് വീഡിയോ എടുക്കാം, നാളെ വീഡിയോ എടുക്കാം. അതെന്താ അങ്ങനെ കാരണം പറ്റുന്നത്? ചില സമയത്ത് പറയുന്നത് എന്താണ്? വീഡിയോ എടുക്കാന്നാ, ഇന്ന് എടുക്കാം, നാളെ എടുക്കാം, അങ്ങനെ എന്താ പറയുന്നത്? അതല്ല, എനിക്ക് വീഡിയോ എടുക്കണമെന്നില്ല ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. പക്ഷെ എനിക്ക് സമയത്ത് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടലില്ല.
അതുകൊണ്ടാണ് നിങ്ങളൊന്നും പറയരുത് കേട്ടോ. ചില സമയത്ത് സ്റ്റോറേജ് പിന്നെ ഒരിടക്ക് ഭയങ്കര ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ ചില സമയത്ത് വീഡിയോ എടുക്കുന്നത് ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ദുരിതം. അപ്പൊ നമുക്ക് ബാക്കി എന്താ പറയാനുള്ളത്? ബാക്കി എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, എന്നെ പോലെ എല്ലാവരും സന്തോഷം. ഗൈസ്, അമ്മനെ കണ്ടോ? അപ്പൊ ബാക്കി എന്താ പറയാനുള്ളേ? എല്ലാവരും നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാം, ഈശ്വരാധീനത്തോടെ ജീവിക്കുക. പിന്നെ എന്താ പറയാ, പരിദൂഷണം, കുശുമ്പ്, അസൂയ അങ്ങനെ എല്ലാം ഉണ്ടാകരുത്. മറ്റുള്ളവരെ ദ്രോഹിക്കാതെ പരമാവധി നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുക. മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് മറ്റുള്ളവരെ പറ്റി കുറ്റങ്ങളും പറഞ്ഞ് മറ്റുള്ളവരെ പറ്റി അവരെ പരമാവധി അടിച്ചമർത്താൻ നോക്കാതിരിക്കുക. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ പൊന്നു, ഇവിടെ പിന്നെ നമുക്ക് നാളത്തെ റെസിപ്പി നാളെ ഞങ്ങള് നോക്കാം, കാണുന്നുണ്ട് എൻ്റെ മൊബൈലിൽ. നാളെ നമ്മള് കേർഡ് റൈസ് ചെയ്യാൻ. അപ്പൊ ഇന്ന് മൂസമ്പി ജ്യൂസ് ഉണ്ടാക്കി അല്ലേ? ഇന്ന് മൂസമ്പി ജ്യൂസ് ഉണ്ടാക്കി. പിന്നെ അവക്കാഡോന്റെ ജ്യൂസ് ഉണ്ടാക്കി, മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി. നാളെ ഞങ്ങള് തക്കാളി ജ്യൂസ് ഉണ്ടാക്കി. കാറിന് ഇവിടെ തക്കാളി മാത്രമേ ഉള്ളൂ ഇപ്പൊ. തക്കാളി ജ്യൂസ് അവിടെ തക്കാളി ഡോണ്ട് ഷോ ദാറ്റ്. പിന്നെ ആദി ഈസ് മൈ ജെം. ആദി ഈസ് ഓൾവേസ് മൈ ഫേവറേറ്റ്. പിന്നെന്താ ആദ്യം നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ഡു യു ഹാവ് എനി മോർ ക്വസ്റ്റ്യൻസ്? എനിക്ക് ചോദിക്കാനുണ്ട്. അമ്മക്ക് അങ്ങനെയാണ് വീഡിയോ എടുക്കാൻ ഒരു ഇഷ്ടം വന്നത്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമുക്ക് വീഡിയോ എടുക്കാനേ എനിക്ക് പണ്ട് നമുക്ക് ഈ മറ്റേ സാധാരണ ഫോണില്ലേ, സ്മാർട്ട് ഫോൺ അല്ലാത്ത ഫോൺ, അപ്പൊ അതിലൊരു ക്യാമറ ഉണ്ടാവും. അത് വീട്ടിൽ അച്ഛൻ്റെ. അപ്പൊ അതിൽ എന്നൊക്കെ ഫോട്ടോ എടുത്തോണ്ടായിരുന്നു. പിന്നെ അത് വെച്ചിട്ട് ഞാൻ സെൽഫി ഒക്കെ എടുത്തു. ഇങ്ങനെ കണ്ണട വെച്ചിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. ഭയങ്കര പോസൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു. വളരെ ഇഷ്ടമായി. കുറേ വീഡിയോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വെറുതെ എടുക്കുന്നതാണോ, സന്തോഷത്തിൽ എടുക്കുക. പിന്നെ പോയി നമുക്ക് വീഡിയോ എടുക്കാൻ മനസ്സിലായി. അതെ, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ പഠിച്ചു. അതിനെ വ്ളോഗ് ആക്കി ഇടാനും ഞാൻ പഠിച്ചു. അതുകൊണ്ടാണ് ഇപ്പോ നമ്മൾ വീഡിയോ ബ്ലോഗ് ആയത്. യെസ്, വീഡിയോ ബ്ലോഗ് ആയിട്ട് വരുന്നത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പറയുന്നു. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ആദ്യം എന്റെ പുറകെ നടന്ന് വീഡിയോ എടുത്ത് താങ്ക് യു സോ മച്ച്. ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കണേൽ തന്നെ മൈൻഡേ ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കണം. ഞാൻ ചിന്തിക്കുന്നത് മാത്രം ചെയ്യുന്നില്ലായിരുന്നു. ആദ്യം എന്റെ പുറകെ വന്ന് വീഡിയോ എടുത്ത് മുത്താണ് എന്റെ മുത്ത് സ്വത്ത്. പക്ഷെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് പാലും തൈരൊക്കെ മേടിക്കാൻ പോകാനുണ്ട് ഗൈസ്. നാളെ തൈര് കേർഡ് റൈസ് ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ബൈ ബൈ. ഞാൻ അതിനെ കാണിച്ചു തരാം. ഇതാണ് ഗോൾ. അയ്യോ, ക്ലാരിറ്റി ഇല്ലല്ലോ, ഒട്ടും ക്ലിയർ ഇല്ലല്ലോ. എൻ്റെ കണ്ണിൻ്റെ ആണോ? അയ്യോ, എൻ്റെ കണ്ണിൻ്റെ ലെൻസ് അടിച്ചു പോയി. നോക്കട്ടെ, കണ്ണിൻ്റെ ആണോ മൊബൈലിൻ്റെ ലെൻസ് ആണോ നോക്കട്ടെ. കണ്ണിൻ്റെ ആവാൻ സാധ്യത. കണ്ണിൻ്റെ ആണ്, ഒരു സംശയമില്ല, കണ്ണിൻ്റെ ആണ്. തുടങ്ങി. എനിക്ക് അങ്ങനൊന്നും പറയാനില്ല. Yes, always the same repeat. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയുന്നു എനിക്കൊന്നും പറയാനില്ല ഗൈസ്. അങ്ങനെ പറഞ്ഞിട്ട് അപ്പോ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുന്നു.
അതിക്ക് പറയാൻ നാണക്കേടായി, അതുകൊണ്ട് ആദ്യം അടുത്തടുത്ത് വന്നിരിക്കുന്നു. പറയൂ ഗൈസ്. ഒന്നും പറയാനില്ല. Guys, ഞാന് ദിസ് ഈസ് മൈ ഗേൾ. എനിക്ക് വീഡിയോ എടുക്കണം ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പറയാൻ പറ്റും പറയാൻ പറ്റുന്ന നാണമാണ് എൻ്റെ എനിക്ക് നാണം വന്നേ. എൻ്റെ പേപ്പർ പോലത്തെ ഒരു ഇതാണ് പറയാൻ എന്താ പറയുന്നത്. ഷീ സോ സ്വീറ്റ്. എൻ്റെ മൈ ഡാർലിംഗ്, യു സോ സ്വീറ്റ് 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 സ്വീറ്റ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്ന് പറയൂ, അതന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ. പറയൂ, എന്താണ് ആ കാര്യം? ഇപ്പൊ പറയാം. ഇപ്പൊ പറയാം. ഞാനിപ്പോ പറയാം. അപ്പോ